അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ സഭയ്ക്കകത്തൊരു വലിയ ഉപദ്രവം ഉണ്ടാകുന്നു. അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവരെല്ലാം ചിന്നിച്ചിതറിപ്പോകുന്നു എന്നൊക്കെ വായിക്കുന്നു. എന്നാൽ ചിതറിപ്പോയവർ അവിടെ എവിടെങ്കിലും ഉണ്ടായിരുന്നെന്നല്ല. 6:8-4 പറയുകയാണ്, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. അവിടെ ഈ മേശമേൽ ശുശ്രൂഷ ചെയ്യാൻ വിളിച്ച രണ്ടാമത്തെ കഥാപാത്രത്തെ കാണാം. രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ പേരാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസ് ഒരു പട്ടണത്തെ ടച്ച് ചെയ്തു. നമ്മുടെ ശുശ്രൂഷ ഒരു ഗ്രൂപ്പിനകത്ത് ഒതുങ്ങരുത്. ദേശങ്ങളെ പിടിക്കുന്ന ഒരു ദൈവകൃപ നമ്മുടെ മേൽ കർത്താവ് പകരട്ടെ. ഫിലിപ്പോസ് സംസാരിക്കുമ്പോൾ ആ പട്ടണം മുഴുവൻ ദൈവത്താൽ സ്പർശിക്കപ്പെട്ടു. താൽപോട്ട് വായിച്ചാൽ കാണാം. പക്ഷേ ഫിലിപ്പോസിന്റെ മിനിസ്ട്രിയുടെ ഒരു താക്കോല്, അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ദൈവത്തിന്റെ സാക്ഷ്യം എന്ന് വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഒരു കാര്യത്തിന് മാത്രമാണ് സാക്ഷി പറയുന്നത്. എൻ്റെ പുത്രൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതാണ് ആ സാക്ഷ്യം. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ യേശു കുരിശിക്കപ്പെട്ടു എന്ന് പറയുന്നിടം വരെ എല്ലാവരും അംഗീകരിക്കും. എന്നാൽ ദൈവകൃപ ഇല്ലാത്തവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവൻ മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, പാപവിമോചനത്തിനും നീതീകരണത്തിനും വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതുകൊണ്ട് എപ്പോഴും യേശുവിൻ്റെ നാമം ഉപയോഗിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയണം. കാരണം ആ നാമത്തെ ഉയർത്താൻ സ്വർഗം ആഗ്രഹിക്കുന്നത്. ആ നാമത്തെ മഹത്വപ്പെടുത്താനാ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഫിലിപ്പോസ് അവിടെ ചെന്നിട്ട് ഫിലിപ്പോസിന്റെ അറിവ് പ്രസംഗിച്ചു എന്നല്ല, ഫിലിപ്പോസിന്റെ പരിചയം പ്രസംഗിച്ചു എന്നല്ല, ഫിലിപ്പോസ് ഒരു മെസ്സേജ് അല്ല പറഞ്ഞത്, ഫിലിപ്പോസ് ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്. ആ ആളുടെ പേര് യേശു. നിങ്ങൾ കാണുന്നവരോട്, നിങ്ങൾ ഇടപെടുന്നവരോടും ഒക്കെ ക്രിസ്ത്യൻ തിയോളജി അല്ല പറയേണ്ടത്, പെന്തക്കോസ്തിന്റെ തിയോളജി അല്ല പറയേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ച് പറ. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കും. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കും.